ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് എൻ്റെ ഐശ്വര്യത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സമയം ഇപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ലുലു മദ്രസക്ക് പോയിട്ടുണ്ട്. അജു മദ്രസക്ക് പോയിട്ടില്ല. അജു എണീറ്റിട്ട് തന്നെയല്ല. ഇപ്പോൾ നബിദിന പരിപാടിയൊക്കെ ആയിട്ട് മദ്രസ എല്ലാ കുട്ടികൾക്കും 6:30-ക്കാണ്. അജുവിനും 6:30-ക്ക് തന്നെയാണ്. അജു എണീറ്റ് വരുമ്പോഴേക്ക് എന്തായാലും 6:45 ആകുന്നുണ്ട് സമയം. അജുവിന് ഒരു പാട്ടുമുണ്ട്, പ്രസംഗമുണ്ട്, കുറേശ്ശൊക്കെ പഠിച്ചിട്ടുണ്ട്. ഐശുട്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് കാര്യമായിട്ട് സെലിബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കും, ഒരു കേക്കൊക്കെ മുറിച്ചിട്ട്. എന്തായാലും ഐശുട്ടി എണീറ്റിട്ടൊന്നുമില്ല. ലുലു മദ്രസൊക്കെ വിട്ട് വന്നിട്ട് വേണം അവളെ ഒരുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഐശുട്ടി എണീക്കുമ്പോഴേക്ക് ഞാൻ വേഗം പണികളൊക്കെ തീർക്കുകയാണ്. ഞാൻ കേബേജൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു. ഉച്ചക്കൊക്കെ മാത്രം മതിയല്ലോ ഫുഡ്. എന്തായാലും അത് കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. പിന്നെ മീനുണ്ടായിരുന്നു, അത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറും ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്ക് ഇങ്ങനെ ഒപ്പിക്കാമെന്ന് കരുതി. എന്തായാലും ലുലു മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഐശുട്ടി എണീറ്റിട്ടുണ്ട്. ഐശുട്ടിക്ക് ചായ കൊടുത്തിട്ടുണ്ട്. ലുലു ഈ ബർത്ത്ഡേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ തൂക്കണം ഒട്ടിക്കണം കണ്ടിട്ട് ആകെ അന്തം വിട്ടിരിക്കുകയാണ് അവള്. അജുവിന് ഇതാ ഒരു പുഴയിൽ നിന്നൊരു മീൻ കിട്ടിയിരുന്നു. പുഴയിനായിട്ട് നല്ല മൽപ്പിടുത്താണ് ഇവിടെ. അതിനൊരു പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തേക്ക് മാറ്റി അതന്നെ പണിവന്. അതിന് ജീവനോടെ ഉണ്ടാകുമാവോ. അതൊക്കെ കഴിഞ്ഞിതാ ഞാൻ ഐശുട്ടിന് വേഗം ഒന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്തു. കുളിപ്പിച്ച് കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ലുലു നോക്കിക്കോളും. അവൾ തന്നെ ഒരുക്കണതും എല്ലാം അവൾ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ വേഗം വീട്ടിലത്തെ പണികളൊക്കെ വേഗം തീർക്കുകയാണ്. എന്നാലുള്ള ഐശുട്ടിനിപ്പം കുറച്ച് നേരം നടക്കാൻ പറ്റുള്ളൂ. അവളെ ഒരുക്കിയിട്ട് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ പുഴ. അപ്പോൾ പുഴേൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നടക്കൽ തുടങ്ങിയിട്ട് ഞങ്ങൾ പുഴേൻ്റെ അവിടേക്ക് അങ്ങനെ കൊണ്ടുപോകലില്ല. ഒറ്റയ്ക്കായിട്ട് നടന്ന് പോകും കരുതിയിട്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടി മിഠായിയൊക്കെ കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ എനിക്കാണ് മിഠായി തരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. 1 കിലോൻ്റെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ മേടിച്ചിരുന്നത്. കേക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ പൂക്കോടുംപാടത്തുണ്ട് കേക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്, അവിടുന്ന് വാങ്ങിയതാണ്. ഞങ്ങൾ തന്നെ അവൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിരുന്നു. അജു ഞാനും ലുലുവൊക്കെ അവൾക്ക് ഗിഫ്റ്റ് മേടിച്ചിരുന്നു. പിന്നെ സീതും മേടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ അമ്മ അവൾക്കൊരു ഉടുപ്പ് അടിച്ചിരുന്നു, അതൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സമ്മാനമൊക്കെ കിട്ടിയതൊക്കെ പൊളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവൾക്ക് കിട്ടിയത്. അവൾ ഇട്ട ഉടുപ്പാണ് കേട്ടോ ഉമ്മമ്മ അടിച്ചത്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്നാണെന്ന് പറഞ്ഞില്ലേ, തറവാട്ടുക്കും ഞങ്ങൾക്കും കൂടിയാണ് വാങ്ങിയത്. അപ്പോൾ അവർക്കുള്ളത് പിന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടായിരുന്നു. മന്തിയും റോസ്റ്റും കുറച്ച് പൊറാട്ടയും മേടിച്ചിരുന്നു രാവിലെ എടുക്കാമെന്ന് കരുതിയിട്ട്. അങ്ങനെ ഐശുട്ടിൻ്റെ ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. വലിയ രീതിയിലൊന്നും ആഘോഷിക്കണമെന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഇതേക്കെ പോലെ ഞങ്ങൾ മാത്രം കൂടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളൂ. ബർത്ത്ഡേ മാത്രം അങ്ങനെയുള്ളൂ ആഘോഷിക്കൽ. ഇതിനൊപ്പം ഞാൻ ഐശുട്ടിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.